ഇന്ന് നമ്മൾ കുറച്ച് മഷ്റൂംസ് ആണ് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഔട്ട്ലൈൻസ് ഒക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ഔട്ട്ലൈൻസ് ആണ് ഞാനിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ആദ്യം പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മഷ്റൂമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഞാൻ റെഡ്സും ബ്രൗൺസും ആണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ 0 സൈസിലുള്ള ഡീറ്റെയിലിംഗ് ബ്രഷാണ് പെയിൻറ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇനി എടുക്കേണ്ടത് കളേഴ്സാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ റെഡ്സും ബ്രൗൺസും ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് റെഡ് ബ്രൗണും റെഡ് കളറും കാരമൽ കളറുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാട്ടർ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ്സും ബ്രൗൺസും ഏതൊക്കെയാണോ ആ ഒരു കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ റെഡ്സും ബ്രൗൺസും എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എടുത്ത് പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇനി പേപ്പറിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് ബ്രൗൺ കളർ വെച്ചിട്ടാണ്. ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ ആദ്യമായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. അപ്പം ബ്രൗൺ കളർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൊത്തം ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് കളേഴ്സും റൈറ്റ് സൈഡിൽ ലൈറ്റ് കളേഴ്സും ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഷാഡോസ് പെയിൻറ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ബ്രൗൺ വെച്ചിട്ട് നമ്മുടെ ഔട്ട്ലൈൻ എല്ലാം പെയിൻറ് ചെയ്തിട്ട് റെഡ് കളർ വെച്ചിട്ടാണ് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ റെഡ് കളർ കൊടുത്തിട്ട് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് വാഷാണ്. ഫസ്റ്റ് വാഷ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് വാഷ് ചെയ്യാം. സെക്കൻഡ് വാഷിലും സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രൗൺസും റെഡ്സും അതും സെയിം പോലെ തന്നെ കൊടുക്കുക. അപ്പം സെക്കൻഡ് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കളേഴ്സ് കൂടുതലെടുത്തിട്ട് പിഗ്മെൻറ്റ്സ് കൂടുതലെടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഇതുപോലെ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ബ്രൗൺ കളറാണ് ഞാൻ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ബ്രൗൺ കളറാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ അറിയാലോ. അപ്പോൾ ഞാൻ ബ്രൗൺ കളറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷനിലായിട്ട് പെയിൻറ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴത്തെ പോർഷൻ ഞാൻ ലൈറ്റായിട്ട് തന്നെ വിടുകയാണ്. ഈ ഒരു നടുവിലത്തെ പോർഷനിലാണ് ഞാൻ, അതായത് ലെഫ്റ്റ് സൈഡിലും മിഡിലായിട്ടാണ് ഞാൻ ബ്രൗൺ കളർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള സ്റ്റെമ്മിൻ്റെ പോർഷൻസ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മിഡിൽ യെല്ലോയും ക്യാരമലും ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള എല്ലാ പോർഷൻസിലും ഞാൻ മിഡിൽ യെല്ലോ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ യൂണിഫോം ആയിട്ട് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷനിലും മഷ്റൂമിൻ്റെ താഴത്തെ ആ ഒരു പോർഷനിലും നന്നായിട്ട് മിഡിൽ യെല്ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഈ ഒരു മുകളിലത്തെ പോർഷൻ നമ്മൾ ആദ്യം പെയിൻറ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു വൈറ്റ് സ്പോട്ട്സ് പെയിൻറ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതിന് നമ്മുടെ വാട്ടർ കളറിലെ വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വാട്ടർ കളറിലെ വൈറ്റ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതുപോലുള്ള ചില കേസസിൽ നമുക്ക് വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്ടർ കളറിലെ വൈറ്റ് കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഇതിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് പിഗ്മെൻറ്റ്സ് എടുക്കണം. ഇതുപോലെ നല്ല കട്ടിയിൽ പിഗ്മെൻറ്റ്സ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഡോട്ട്സിൻ്റെ പോർഷൻസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതും നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വാട്ടർ കളേഴ്സ് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഈ വൈറ്റ് കളർ നല്ല കട്ടിക്ക് എടുത്തില്ലെങ്കിൽ
താഴത്തെ കളേഴ്സ് വിസിബിൾ ആവും. അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് വൈറ്റ് സ്പോട്ട് കിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിഗ്മെൻ്റ് എടുത്തിട്ട് ഈ എല്ലാ വൈറ്റ് സ്പോട്ടിലും ഇതുപോലെ കട്ടിയിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പം ഞാനതിൽ ക്യാരമൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ക്യാരമൽ കളറും മിഡിൽ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. ആൻഡ് എന്നിട്ട് ഈ ഒരു പിഗ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ട് ഇതുപോലെ സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ മുകളിലത്തെ പോർഷനായിട്ട് ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ഈ സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ഒന്ന് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറിൽ വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുന്ന ഈ സ്ട്രൈപ്സ് എല്ലാം ഒന്ന് നന്നായിട്ട് സോഫ്റ്റൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതേ ഒരു ലൈൻസ് നമ്മൾ താഴെയും കൊടുക്കണം. ഈ താഴെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ വരച്ചിരിക്കുന്ന നമ്മുടെ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ഈ ഒരു പോർഷനിലും ഷാഡോസ് പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ പോർഷൻ പെയിൻറ് ചെയ്യണം. താഴത്തെ പോർഷനിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല ബ്രൗൺ പിഗ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അതായത് നല്ല ബ്രൗൺ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ ഒരു താഴെയുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ നന്നായിട്ട് ബ്രൗൺ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിക്ക് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യും. സോ ആ പോർഷൻ നമുക്കൊരു ഷാഡോ രീതിയിലാണ് ഞാൻ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു പോർഷനിൽ നന്നായിട്ട് ബ്രൗൺ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു ഈ മുകളിലത്തെ പോർഷനും ഈ താഴത്തെ പോർഷനും തമ്മിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് വേണം. ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു താഴത്തെ പോർഷനിൽ ഇത്രയും പിഗ്മെൻറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ബാക്കി ഈ ഒരു പോർഷനും നമുക്ക് ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഐ മീൻ ഈ താഴത്തെ സ്റ്റെമ്മിൻ്റെ റൈറ്റ് പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ പിഗ്മെൻറ്റ്സ് അധികം അപ്ലൈ ചെയ്യേണ്ട. ആ ഒരു പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ള പോർഷനിൽ വേണം നമ്മൾ ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കാനായിട്ട്. സോ ഇതുപോലെയാണ് ഈ താഴത്തെ പോർഷൻ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് റൂട്ട്സ് പെയിൻറ് ചെയ്യണം. അപ്പം റൂട്ട്സ് പെയിൻറ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ വേണം. അപ്പം ഞാനതിന് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ബ്രൗണിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ മഷ്റൂമിൻ്റെ റൂട്ട്സ് എല്ലാം പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പം റൂട്ട്സ് പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡോട്ട്സും ചെറിയ ചെറിയ ലൈൻസും അങ്ങനെയാണ് നമ്മൾ റൂട്ട്സ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പോർഷൻസിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ആൻഡ് എന്നിട്ട് താഴത്തോട്ടൊക്കെയുള്ള ഒരു പോർഷനിൽ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബെൻഡ് ചെയ്തിട്ടുള്ള ചെറിയ ലൈൻസ് ഇതുപോലെ വളരെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട്സ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ വരുന്ന പോർഷൻസിലെല്ലാം ചെറിയ ഡോട്ട്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് പല വലുപ്പത്തിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ആൻഡ് മുകളിലേക്ക് നമുക്ക് കുറച്ച് ലൈൻസും ചെറിയ ചെറിയ ഡോട്ട്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് അവിടെ കിട്ടും. ആൻഡ് ചെറിയ ഡോട്ട്സ് പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയൂടെ ചെറിയ ഡീറ്റെയിലിംഗ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ മുകളിലോട്ടുള്ള ഈ കുഞ്ഞു ഡോട്ട്സും ചെറിയ ലൈൻസും ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സീറോ സൈസിലുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ റൂട്ട്സ് പെയിൻറ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്സ് വരുന്നത്.
റൂട്ട്സ് പെയിൻറ് ചെയ്തതിന് ശേഷം സെയിം പിഗ്മെൻ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ കുറച്ച് ലൈൻസും ഡോട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വിട്ടുവിട്ടിട്ടുള്ള ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത് ചെറുതായിട്ടൊരു നാച്ചുറൽ ലുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പം ഓൾറെഡി നമ്മളിവിടെ സ്ട്രൈപ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അതനുസരിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ബ്രഷ് വെച്ച് ഇതുപോലെ ചെറിയ തിൻ ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പം ഇവിടെയും വരയ്ക്കുമ്പോൾ താഴത്തെ ആ ഒരു ലൈനായിട്ട് ടച്ച് ചെയ്യാതെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഇതുപോലത്തെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഇടയ്ക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ലൈൻസ് വരയ്ക്കാനായിട്ട്. ആൻഡ് ഇത്തരം ലൈൻസ് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഇടയിലെല്ലാം ഇതുപോലെ ഷെയ്ഡ്സ് കൊടുക്കാം. അപ്പം സെയിം ബ്രൗൺ ഷെയ്ഡ് പിഗ്മെൻ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. അതിങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ റൈറ്റ് സൈഡിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഈ റൈറ്റ് പോർഷനിൽ നമ്മൾ ഈ ഒരു ഡാർക്ക് പിഗ്മെൻ്റ് അധികം കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഒഴിച്ചിടാവുന്നതാണ്. ആൻഡ് ഈ ഒരു താഴത്തെ പോർഷൻ വേണം ഇനി നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇത് പെയിൻറ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ സ്ലാൻഡിങ് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലായി വേണം നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. സെയിം പിഗ്മെൻ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ലൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്നുകൂടെ ഒന്ന് എന്താ പറയുക പെയിൻറ് ചെയ്ത് നമ്മുടെ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പിഗ്മെൻറ്റ്സ് എടുത്തിട്ട് താഴത്തെ പോർഷൻസ് എല്ലാം, അതായത് ഈ ഒരു പോർഷൻസ് എല്ലാം താഴത്തെ ഭാഗം കുറച്ച് തിക്കായിട്ട് പെയിൻറ് ചെയ്തിട്ട് മുകളിലോട്ട് ഉള്ള ഭാഗത്തേക്ക് ചെറിയ തിന്നായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. താഴത്തേക്കുള്ള പോർഷൻസ് നമ്മൾ കുറച്ച് തിക്കായിട്ട് പെയിൻറ് ചെയ്തിട്ട് മുകളിലോട്ട് ഇതുപോലെ തിൻ ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ രണ്ട് സൈഡിലും ഇതുപോലെ വേണം നമ്മൾ ഈ ഒരു പോർഷൻ പെയിൻറ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഷാഡോസ് പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഷാഡോ പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാമറൈൻ ബ്ലൂ ആണ്. അപ്പം അൾട്രാമറൈൻ ബ്ലൂ ഞാൻ വേറെ കളറിൻ്റെ കൂടി ഒന്നും മിക്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് അൾട്രാമറൈൻ ബ്ലൂ കളറ് ചെറിയ ലൈറ്റായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻസിലെല്ലാം, ഇപ്പം ഞാൻ പെയിൻറ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻസിലെല്ലാം ഈ അൾട്രാമറൈൻ ബ്ലൂ കളർ ഞാൻ വളരെ ലൈറ്റായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ കളേഴ്സിൻ്റെ എല്ലാം മേലെ ഈ അൾട്രാമറൈൻ ബ്ലൂ വരുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഷാഡോ എഫക്റ്റ് ആണ് ഇവിടെ എല്ലാം ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാഡോസ് നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അൾട്രാമറൈൻ ബ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള ഷാഡോസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഈ ഇത്രയും പോർഷൻസിലാണ് ഞാൻ ഈ ഷാഡോസ് എല്ലാം പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഷാഡോ പെയിൻറ് ചെയ്യാനുള്ളത് ഈ വൈറ്റ് ഡോട്ട്സിൻ്റെ എല്ലാം താഴത്തെ പോർഷൻസിലാണ്. അപ്പം ഞാൻ ഇതേ സെയിം അൾട്രാമറൈൻ ബ്ലൂ യൂസ് ചെയ്തിട്ട് ഈ വൈറ്റ് ഡോട്ട്സിൻ്റെ എല്ലാം താഴെ ഇതേപോലെ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡോട്ട്സും കുറച്ചൊന്ന് എന്താ പറയുക, ഒരു ഇത്തിരി ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മഷ്റൂമിൻ്റെ പെയിൻറ്റിങ്. ആൻഡ് ഇനി ബാക്കിയുള്ള മഷ്റൂംസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പെയിൻറ് ചെയ്ത് കാണിക്കുന്നതാണ്. സോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ബൈ.